നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അഡ്വഞ്ചർ സഫാരിക്കൊന്ന് പോയാലോ? ഈ കുന്നും മലകളും ഒക്കെ കയറി ഒരു ത്രില്ലിംഗ് അഡ്വഞ്ചർ. അതിൻ്റെ ഒപ്പം പുള്ളിപ്പുലികളടക്കം കുറേ വൈൽഡ് ലൈഫും എൻജോയ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലം. അതാണ് രാജസ്ഥാനിലെ ജവായ്. ഈ അഡ്വഞ്ചർ ഓഫ് റോഡും വൈൽഡ് ലൈഫും മാത്രമല്ല, കുറെ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും കൂടെ ആകുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയി മാറും ഈ ജവായി മലനിരകൾ. ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ജവായും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. കുറെ പുള്ളിപ്പുലികളെയും കണ്ട് നമുക്കൊന്ന് ജവായിലേക്ക് പോയിട്ട് വരാം. ഉദയ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ നേരെ ജവായിലേക്ക് പോവാണ്. 4 മണിക്കൂറോളം പിടിക്കും ഇവിടുന്ന് ജവായിലേക്ക് എത്താൻ. റോഡൊക്കെ നല്ല കിടിലൻ 4 ലൈൻ ഹൈവേ ആണ്. ഗ്രീൻ വൈബ്സിന്റെ പാക്കേജിൽ ഞങ്ങളുടെ ഒപ്പം വന്ന 8 പേരും കൂടി ഈ അർബാനിയയിലാണ് ജവായി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് പോലെ തന്നെ നല്ല പച്ചപ്പിൽ പൊതിഞ്ഞ് നിൽക്കുന്ന മലകളാണ് ഈ ഏരിയയിൽ. നമ്മുടെ ഈ ട്രിപ്പ് ജൂലൈ ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൺസൂൺ ടൈമാണ്. രാജസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയവും ഇത് തന്നെയാണ്. കുറച്ച് ദൂരം വന്ന് ഒന്ന് ചായ കുടിക്കാൻ നിർത്തി. ഇഞ്ചിയൊക്കെ ചതച്ച് അതൊക്കെ വാരി ഇട്ടിട്ടാണ് കക്ഷി ചായ ഉണ്ടാക്കിയത്. മഴയത്ത് നല്ല ചൂട് ചായ, എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉള്ള ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ജവായിലുള്ള നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തി. ഒരു ആവറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ്. ഫുള്ള് കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടിടമാണ് കേട്ടോ ഇത്. ഇവിടെ ജവായിൽ കല്ല് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വീടുകളടക്കം എല്ലാം കരിങ്കല്ലും കൊണ്ടുള്ളതാണ്. ഇതാണ് റൂം. വിശാലമായിട്ടുള്ള പാറയൊക്കെ ഉണ്ട് ഇതിന്റെ സൈഡിൽ തന്നെ. അതിന്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ പോയി വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ സഫാരിക്ക് റെഡിയായി. വെളിച്ചം വരുന്നതിന് മുമ്പ് തന്നെ ചായയൊക്കെ കുടിച്ച് 2 ജീപ്പുകളിലായി നമ്മൾ 8 പേരും സഫാരിക്ക് പുറപ്പെട്ടു. പ്രധാനമായിട്ടും ഈ ജവായിൽ കാണാൻ സാധ്യതയുള്ള അനിമൽ ലെപ്പേർഡാണ്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ എല്ലാവരും വരുന്നതും. അങ്ങനെ പുള്ളിപ്പുലികളെ അന്വേഷിച്ച് സഫാരി തുടങ്ങി. അധികം വൈകാതെ തന്നെ ദേ പുള്ളിപ്പുലി നടന്നു പോണു. യാതൊരു കൂസലും ഇല്ലാതെ കൂളായിട്ട് പാറപ്പുറത്ത് കൂടെ നടക്കുകയാണ് ഈ ലെപ്പേർഡ്. ശരിക്കും നേരം വെളുത്തു വരുമ്പോൾ തന്നെ ഇവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. ഇവിടുത്തെ പത്മ എന്ന് പേരുള്ള 7 വയസ്സോളം പ്രായമുള്ള ഒരു പുള്ളിപ്പുലിയാണത്. നമ്മളിവിടെ 2-3 വണ്ടികൾ ഉണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും നോക്കുക പോലും ചെയ്യാതെ ആ പാറയുടെ മുകളിലൂടെ നടന്നിങ്ങനെ പോവാണ് പുലി. ഈ ലെപ്പേർഡ് നടക്കുന്ന പാറയുടെ അടിയിൽ ഒരു പശുക്കുട്ടിയെ ഇന്നലെ പുലി കൊന്നിട്ടുണ്ടായിരുന്നു അത്രേ. അതിനെ കഴിക്കാൻ രാവിലെ വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. അതിരാവിലെ അത് കുറച്ച് കഴിച്ച് അങ്ങനെ നടന്നു പോവാണ് നമ്മൾ എത്തിയപ്പോഴത്തേക്കും. പുള്ളിക്കാരി നടന്ന് ആ കാടിന്റെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇനി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. സഫാരി തുടങ്ങി. ശരിക്കും വെളിച്ചം വരുന്നതിന് മുമ്പ് തന്നെ പുലിയെ കണ്ട സന്തോഷത്തിലാണ് വണ്ടിയിലുള്ള ഞങ്ങളെല്ലാവരും. ശരിക്കും ലൈറ്റ് വരാത്തതുകൊണ്ട് നല്ല ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല, എന്നാലും ശരിക്കും കാണാൻ പറ്റിയല്ലോ. ഈ ജവായുടെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മൊത്തം പാറകളും കല്ലുകളുമാണ്. ഇങ്ങനത്തെ കല്ലുകളുടെ ഇടയിൽ ഇതേ ഒരു മുയലിരിക്കുന്നു. കേപ്പ് ഹെയർ എന്ന മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു മുയലാണിത്. മെയിനായിട്ട് അറേബ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലുമാണ് ഈ മുയലുള്ളത്. ഇന്ത്യയിൽ താർ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന രാജസ്ഥാൻ ഏരിയയിൽ മാത്രമാണ് ഇവരെ കാണാറുള്ളൂ. നമുക്ക് ആവശ്യത്തിന് പോസൊക്കെ തന്ന് അത് ജീവനും കൊണ്ട് ഓടിപ്പോയി. മുയലിന്റെ പ്രധാന കഴിവ് തന്നെ ഈ സ്പീഡിലുള്ള ഓട്ടമാണല്ലോ. അപ്പോൾ ഇനി ഈ ജവായിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. രാജസ്ഥാനിലെ പാലി ജില്ലയിലുള്ള സ്ഥലമാണ് ജവായ്. വെസ്റ്റ് ഇന്ത്യയിലെ ആരവല്ലി മലനിരകളിൽ പെട്ട ഗ്രാനൈറ്റ് മലകളാണ് ജവായിലെ എല്ലാ സ്ഥലത്തും. ഈ കല്ലും പാറകളുമാണ് ജവായിയെ ബാക്കി കാടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. ഈ പാറകളുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ വൈൽഡ് അനിമൽസ് ഉണ്ടെങ്കിലും ഇതൊരു നാഷണൽ പാർക്കോ വൈൽഡ് ലൈഫ് സാഞ്ചുറിയോ ഒന്നുമല്ല. സോ സഫാരികൾക്ക് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇനി സഫാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇന്ത്യയിലെ ഏറ്റവും അഡ്വഞ്ചർ ആയ സഫാരി എന്ന് തന്നെ പറയണം. കാരണം പല സ്ഥലത്തും വഴിയില്ല, ചെരിഞ്ഞു കിടക്കുന്ന പാറയുടെ പുറത്തുകൂടെയൊക്കെ അങ്ങ് വെറുതെ കയറി പോവുകയാണ് ചെയ്യുക. കുത്തനെയുള്ള ഇറക്കവും ചെരിഞ്ഞ പാറയൊക്കെ ഒരു വല്ലാത്ത ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് തരിക. സഫാരിക്ക് എൻട്രി ഗേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈറ്റിംഗ് അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് പോവുകയും ചെയ്യാം. പിന്നെ ഈ ജവായി ഒരു ചെറിയ ഏരിയ അല്ല കേട്ടോ, ഒരു 10-15 വില്ലേജുകളായിട്ട് പരന്നു കിടക്കുന്ന ഒരു 200ഓളം സ്ക്വയർ കിലോമീറ്റർ ഉള്ള സ്ഥലമാണിത്. ഇതിൽ ഒരു 60 സ്ക്വയർ കിലോമീറ്റർ സ്ഥലങ്ങളിൽ സഫാരി ഉണ്ട്. ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ അനിമൽ സൈറ്റിംഗ് കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇങ്ങനെ ഈ മലകളിൽ കൂടെയൊക്കെ സൂം ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാനും സാധ്യതയുണ്ട്. ഇതൊരു നീൽഗായാണ്. ഈ ജവായിലുള്ള 2 മാനുകളിൽ ഒന്ന് ഈ നീൽഗായും പിന്നെ ചിങ്കാര എന്ന ഇന്ത്യൻ ഗസലുമാണ്. പിന്നെ വളരെ റെയർ ആയിട്ടാണെങ്കിൽ സാമ്പാർ ഡിയറിനെയും കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതല്ലാതെ പിന്നെ ഇവിടെയുള്ളത് ഗ്രേ ലങ്കൂറും മയിലും കരടിയും കാട്ടുപന്നിയൊക്കെയാണ്. ഈ ഗ്രാനൈറ്റ് മലകളുടെ ഇടയിൽ എവിടെയെങ്കിലും ലെപ്പേർഡ് ഇരുന്നാലും അറിയില്ല. പിന്നെ ഇവരുടെ മൂവ്മെന്റ് ഒക്കെ അറിഞ്ഞ് ട്രാക്ക് ചെയ്യാൻ അറിയാവുന്ന നല്ല ഗൈഡ് ആണെങ്കിൽ മാത്രമാണ് നല്ല സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു 3-4 പുള്ളിപ്പുലികളുടെ ടെറിട്ടറി സ്ഥിരം സഫാരി വണ്ടികളൊക്കെ പോകുന്ന ഏരിയയിലായതുകൊണ്ട് ആ പുലികളെ കാണാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. 5 സഫാരി എടുത്താൽ ഒരു 3 എണ്ണത്തിലെങ്കിലും പുള്ളിപ്പുലികളെ കാണാൻ പറ്റും. കുറച്ച് നേരം ആ ഏരിയ ഒക്കെ സൂക്ഷ്മമായിട്ട് നോക്കി നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ്. ഇവിടുത്തെ സഫാരി ടൈമിങ് രാവിലെയും വൈകുന്നേരവും 3 മണിക്കൂർ വീതമാണുള്ളൂ. ഒഫീഷ്യൽ കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ഡ്രൈവർമാർ 2.5 മണിക്കൂറോ ചിലവർ 4 മണിക്കൂറോ ഒക്കെ ഓടും. രാവിലെ 6 മണിക്കാണ് സാധാരണ സഫാരി തുടങ്ങാറുള്ളത്. സൂര്യോദയത്തിൻ്റെ ഒക്കെ സമയം മാറുന്നതനുസരിച്ച് ഇതും മാറും കേട്ടോ. ഇതേ ഒരു ജിപ്സി വരുന്നത് കണ്ടോ. സംഭവം ഒരു അഡ്വഞ്ചർ എന്നൊക്കെ പറയാമെങ്കിലും ചില സ്ഥലത്തൊക്കെ പേടി തോന്നും. ഇവിടെ ഒരു ജിപ്സി കുത്തനെ ഇറങ്ങി പോകുമ്പോൾ മോളിൽ നിന്ന് ഒരു ജിപ്സി ഇങ്ങോട്ട് വരുന്നു. ഒരു റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന തിത്തിരി പക്ഷി ഇവിടെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് നോക്കിയപ്പോൾ ദേ ഒരു കരിമൂർക്കൻ പാറയിൽ കൂടെ കഴിഞ്ഞു പോണു. ഇതിനെ കണ്ടിട്ടാണ് ആ തിത്തിരി അവിടുന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് സ്പെക്ടാക്കിൾ കോബ്ര എന്ന ഇനം ഉഗ്ര വിഷമുള്ള മൂർഖനാണ്. ശരിക്കും കരിമൂർക്കൻ എന്നൊരു ഇനം ഇല്ല കേട്ടോ. ഏതെങ്കിലും ഇനം മൂർഖൻ കറുത്ത കളറായാൽ അതിനെ കരിമൂർക്കൻ എന്ന് പൊതുവെ പറയുന്നു എന്ന് മാത്രം. കുറച്ചപ്പുറത്ത് ഒരു മയിലിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ശരിക്കും ജവായെ കുറിച്ച് പറയുമ്പോൾ മയിലുകളെ പ്രത്യേകം എടുത്ത് പറയണം. ഞാൻ ജീവിതത്തിൽ ഇത്രയും മയിലുകളെ വേറെ എവിടെയും കണ്ടിട്ടില്ല. വെറുതെ ഒരു കല്ലെടുത്ത് എങ്ങോട്ടെങ്കിലും എറിഞ്ഞാൽ അതൊരു മയിലിന്റെ ദേഹത്തായിരിക്കും വീഴുക. അത്രയ്ക്കുണ്ട് ഇവിടെ മയിലുകൾ. ആ പാറയുടെ മുകളിൽ കുറച്ച് ഗ്രേലങ്കൂർ എന്ന ഹനുമാൻ കുരങ്ങന്മാരിയ്ക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ആ പാറയുടെ ഷേപ്പ് കണ്ടോ, പ്രത്യേക ആകൃതിയിൽ കൊത്തിയെടുത്ത പോലെ. അത് ഈ ഒരു കല്ല് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പാറകളും ഇങ്ങനെ തന്നെ കൊത്തിയെടുത്ത പോലെ ഓരോരോ ഷേപ്പുകളിലാണ്. കോഴിക്കാട എന്ന ഗ്രേ ഫ്രാങ്കോളിൻ കേരളത്തിൽ വളരെ റെയർ ആണ്. ഇവര് വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലത്താണ് ഈ കാടയെ കൂടുതലും കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇവർക്ക് പിടിക്കില്ല. പിന്നെ ഒരു ഉടുമ്പ്. ഇവിടെ പിന്നെ എന്തിനെ കണ്ടാലും അതൊക്കെ പാറപ്പുറത്തായിരിക്കും. ഈ ഉടുമ്പ് അത്ര വലിയ സൈസ് ഒന്നുമില്ല, ഒരു ആവറേജ് സൈസുള്ള മോണിറ്റൽ ലിസാർഡ് ആണിത്. ഇത്രയും ഹെവി ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ അടക്കം 6 പേരിൽ കൂടുതൽ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് അത്ര സേഫ് അല്ല. ഡ്രൈവർ അല്ലാതെ വേറെ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് മൊത്തം 5 പേർക്ക് ഒരു ജിപ്സിയിൽ കയറാം. 4 പേരെ ഉള്ളെങ്കിൽ അതാണ് ഒന്നുകൂടെ കംഫർട്ട്. അങ്ങനെ പല വഴിയിലൂടെ പോയി ഒരു പാറപ്പുറത്തുനിന്ന് നമ്മളൊരു പുള്ളിപ്പുലിയെ കണ്ടുപിടിച്ചു. ഇതിനടുത്ത് 2 ദിവസം മുമ്പ് ഒരു പോത്തുകുട്ടിയെ പിടിച്ചിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വെച്ച് പല സ്ഥലത്തും തിരഞ്ഞ് അവസാനം കണ്ടുപിടിച്ചതാണ് ഈ പുള്ളിക്കാരിയെ. ഇതാണ് ഈ ലെപ്പേർഡ് കൊന്ന് പകുതി കഴിച്ചിട്ടിരിക്കുന്ന അതിൻ്റെ ഇര. നമ്മൾ ഇത്രയും ദൂരത്താണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്.
നമ്മൾ 2 വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് ആ ലെപ്പേർഡ് വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 1 മണിക്കൂറോളം നമ്മൾ ഇവിടെ കാത്തിരുന്നപ്പോൾ അതേ പുള്ളിക്കാരി എഴുന്നേറ്റു. 7 വയസ്സോളം പ്രായമുള്ള ഫെനെല എന്ന് പേരുള്ള ഒരു ലെപ്പേർഡാണത്. രാവിലെ കണ്ട പത്മ എന്ന ലെപ്പേർഡിന്റെ സഹോദരിയാണ്. പക്ഷെ അതിന്റെ ടെറിട്ടറിയിൽ നിന്ന് കുറേ ദൂരെയാണ് കേട്ടോ ഇത്. ഈ ലെപ്പേർഡ് സ്ഥിരം ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ഏരിയയിൽ അല്ലാത്തതുകൊണ്ടായിരിക്കും അതിന്റെ ആ നോട്ടത്തിലും നടത്തത്തിലും ഒക്കെ ഒരു വൈൽഡ് ഫീൽ ഉണ്ട്. സാധാരണ ടൂറിസം ഏരിയയിലെ പുലിയാണെങ്കിൽ കൂളായിട്ട് ആരെ മൈൻഡ് ചെയ്യാതെയാണ് നടന്നു വരിക. പതുങ്ങി ഒരു പുള്ളിപ്പുലിയുടെ ശരിക്കുള്ള അതേ സ്വഭാവത്തോടെ നടന്നു വന്ന് അവിടെ കൊന്നിട്ടിരിക്കുന്ന ഭക്ഷണം കടിച്ചു വലിക്കുന്ന കണ്ടോ. ഒരു പോത്തിന്റെ കുട്ടിയാണ് ഇവിടെ പുലി പിടിച്ചിട്ടിരിക്കുന്നത്. ഈ ജവായ് ഗ്രാമത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരുടെ പശുവിനെയും ആടിനെയൊക്കെ പുലി വന്ന് പിടിക്കും. പക്ഷെ അതിന് നാട്ടുകാർക്ക് ഒരു പരാതിയില്ല. ഒരു വീട്ടുകാർക്ക് ഒരു 10 പശു ഉണ്ടെങ്കിൽ അതിലൊന്നിനെ പുലി പിടിച്ചാൽ അതിനെ ദൈവം എടുത്താണെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ പുലി ഓടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോവുകയില്ല. ശരിക്കും ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലെപ്പേർഡിന്റെ ഒക്കെ പ്രേ ലിസ്റ്റിൽ പ്രധാന ജീവി ആടും പശുവാണ്. അത് കഴിഞ്ഞിട്ടാണ് നീൽഗായും മയിലും ഒക്കെ വരുന്നുള്ളൂ. മിക്കവാറും പുല്ല് മേയാൻ മലകളിലും കാടുകളിലും ഒക്കെ കയറുന്ന പശുക്കളെയും ആടുകളെയൊക്കെയാണ് പുലി പിടിക്കാറ്. വീട്ടിലേക്ക് വന്ന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാറില്ല അത്ര. നമ്മൾ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ലെപ്പേർഡ് കുറെ പേടിയോടുകൂടിയായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. കുറച്ച് കഴിച്ചിട്ട് വേഗം അത് അവിടെ നിന്ന് കടിച്ചെടുത്ത് കാടിനകത്തേക്ക് കുറച്ച് ഹൈഡായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ലെപ്പേർഡിന് ഇവിടെ 2 കപ്സ് ഉണ്ട് അത്ര. 6 മാസം പ്രായമുള്ള കുട്ടികൾ. ചിലപ്പോൾ ആ കുട്ടികളും കഴിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വന്നില്ല. എന്തായാലും അത് കാടിനകത്തേക്ക് പോയ സ്ഥിതിക്ക് നമുക്കും പോവാം. ഇത് കണ്ടോ, നമ്മൾ ആ ലെപ്പേർഡിനെ കണ്ട സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് മാത്രം ദൂരത്തിലാണ് ഈ ആട്ടിടയൻ ആടിനെ മേയിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇത്രയും ആടുകളുടെ ഇടയിൽ നിന്ന് ഈസി ആയിട്ട് പുലി ഒരെണ്ണത്തിനെ പിടിക്കില്ലേ എന്നുള്ളത് പോട്ടെ, അയാൾ എന്ത് ധൈര്യത്തിലാണ് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇവിടെ ജവായിൽ ലെപ്പേർഡ് ആൾക്കാരെ ഇതുവരെ ആക്രമിക്കാൻ വന്നിട്ടില്ല അത്ര. ഇതേ ഒരു നീൽഗായി നിൽക്കുന്നു. ഫീമെയിലാണ്. സാധാരണ ഇവിടെ നീൽഗായികളെയൊക്കെ വലിയ കൂട്ടത്തോടെ കാണാൻ പറ്റാറുണ്ട് അത്ര. ശരിക്കും ഒരു മാനാണെങ്കിലും കണ്ട പശുവിനെ പോലെ തോന്നുന്ന ജീവിയാണ് ഈ നീൽഗായി. നമ്മുടെ ഇന്ത്യയിലുള്ള പുള്ളിപ്പുലികൾ ഇന്ത്യൻ ലെപ്പേർഡ് എന്ന ഒരൊറ്റ സ്പീഷീസ് ആണെങ്കിലും ഞാൻ ഈ ജവായിൽ കണ്ട പുള്ളിപ്പുലികൾക്കൊക്കെ കുറച്ച് വൈറ്റ് ഷെയ്ഡ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലവും വെള്ളക്കല്ലുകളായതുകൊണ്ട് ശരീരത്തിന്റെ കളർ അതുമായിട്ട് ഓട്ടോമാറ്റിക്കലി മാച്ചായി പോയതാണോ എന്നും അറിയില്ല. ഇപ്പോൾ 9 മണിയായി. രാവിലെ 5:30 തുടങ്ങിയതാണ് നമ്മുടെ സഫാരി. അപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. ഇവിടെ പാറപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാള്. ഇവിടുത്തെ സഫാരി സെറ്റപ്പ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ സഫാരിയുടെ ഇടയിൽ ഒന്ന് ചായ കുടിക്കാൻ വണ്ടി നിർത്തിയാണ്. ഈ പാറപ്പുറത്ത് തന്നെ ഒരു ചായയും മാഗിയും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ട് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ചായ മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ മാഗിയും കഴിക്കാം. നല്ല ചൂട് മാഗിയും വന്നിട്ടുണ്ട്. ജെയിംസ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങൾ വരേണ്ടതാണ്. ഓസം പ്ലേസ് ആണ്. പിന്നെ ഈ 2 പേരെ പറ്റി കോളിനും വിപിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇച്ചിരി പാടാണ്. വെരി ഓസം പീപ്പിൾ, വെരി ഫണ്ണി. ഓക്കെ, അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ അവരുടെ കൂടെ നമുക്ക് കൂടാം. എക്സലന്റ് വീഡിയോഗ്രാഫേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ്. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് ദീസ് 2 guys. താങ്ക് യു. താങ്ക് യു ചേട്ടാ.
എന്തായാലും പൊളിച്ചു. ഈ ഒരു ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനിപ്പം ഗ്രീൻ വൈബ്സിന്റെ കൂടെ കൊള്ളിന്റെ ബിവിന്റെ കൂടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരുടെ വീഡിയോസ് കാണുന്നതാണ്. പക്ഷെ ആ നേരിട്ട് ഇവരുടെ കൂടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്രാവശ്യം എനിക്ക് കൂടുതൽ സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനും പിന്നെ എൻ്റെ വൈഫും എൻ്റെ കൂടെ വന്നായിരുന്നു. ഇവനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഉള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ വൈഫാണെങ്കിലും ഇങ്ങനെ അധികം ഔട്ട്ഡോഴ്സി അല്ല, പക്ഷെ എന്തായാലും ഷീ തറലി എൻജോയ് ദിസ്. ഇതൊരു വണ്ടർഫുൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് അറേഞ്ച് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയതൊക്കെ ഒരു അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഗ്രീൻ വൈബ്സിന്റെ അടുത്ത ജവായ് ട്രിപ്പ് ഒക്ടോബറിൽ ഉണ്ടാവും. എന്റെയും ഡോട്ട് ഗ്രീൻ്റെയും കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാട്ടോ. ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതേ ഒരു ശിക്ര എന്ന പ്രാപ്പിടിയൻ ഇരിക്കുന്നു. എന്തെങ്കിലും ചെറിയ പാമ്പോ അണ്ണാനെ ഓന്തിനെയൊക്കെ കണ്ട് അതിനെ റാഞ്ചി എടുക്കാൻ വേണ്ടി പറന്നു വന്നതായിരിക്കും. ഓ, ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് ചാർജും കൂടെ ഈ സഫാരി ഫീൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. വഴി ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഇവർക്കൊരു വിഷയമല്ല. അങ്ങനെ വണ്ടി കൊണ്ട് പാറപ്പുറത്ത് വലിഞ്ഞു കയറി ഇവിടെ വണ്ടി നിർത്തി വെറുതെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ് ഈ പക്ഷിയെ. ആഷിക് റൗണ്ട് സ്പാരോലാർക്ക് എന്ന കരിവയറൻ വാനമ്പാടി. ഇതിനെ കണ്ട അങ്ങാടിക്കുരുവിയെ പോലെ തോന്നും, പക്ഷെ അപ്പുറത്തതിന്റെ മെയിലുണ്ട്. അതിനാണ് കണ്ണൊക്കെ എഴുതിയ പോലത്തെ ഡിസൈനും ഭംഗിയുള്ള തൂവലുകളൊക്കെ ഉള്ളത്. ജവായ് ഏരിയയുടെ അടുത്ത് ഒരു ഡാം ഉണ്ട്, ജവായ് ബന്ദ് ഡാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുല്ലൊക്കെ വളർന്ന് പച്ച പിടിച്ച് നിൽക്കുകയാണ് ഈ ഡാം ഏരിയ. കുറേ ദേശാടന പക്ഷികളും മുതലകളും ഒക്കെയുള്ള ഒരു ഡാമാണിത്. ജവായ് റിവറിന്റെ കുറുകെയാണ് ഈ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ദേ ഒരു ആമ നടക്കുന്നു. ഇന്ത്യൻ ഫ്ലാപ്പ് ഷെൽ ടർട്ടിൽ എന്ന IUCNന്റെ യെല്ലോ ലിസ്റ്റിലുള്ള എൻഡേഞ്ചേർഡ് ആവാൻ സാധ്യതയുള്ള ഈ ആമയുടെ തോട് ബാക്കി ആമകളെ പോലെ ഹാർഡല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മിക്കവാറും വെള്ളത്തിൽ ജീവിക്കാറുള്ള ഇവർക്ക് ലെതർ ഷെല്ലാണ് ഉള്ളത്. അഡൽട്ട് ആകുമ്പോൾ ഈ കളറും ചെറുപ്പത്തിൽ കുറച്ചും കൂടി ഡാർക്ക് കളറിൽ യെല്ലോ ഡോട്ട്സും ഉള്ള ഡിസൈനാണ് ഇവർക്ക് ഉണ്ടാവുക. ഈ ഡാമിന്റെ റിസർവോയർ ഏരിയയിലും ലെപ്പേഡിനെ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഈ ജവായിൽ മൊത്തത്തിൽ ഒരു 50-60 പുള്ളിപ്പുലികളെങ്കിലും ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ജവായിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊത്തം മലനിരകൾ ഒരു 200 സ്ക്വയർ കിലോമീറ്ററോളം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതിൽ 20 സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലം ജവായ് ലെപ്പേഡ് കൺസർവേഷൻ റിസർവായി 2010 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റിസർവിന്റെ ഉള്ളിൽ 60ഓളം പുള്ളിപ്പുലികൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇതേ ഒരു പെയിന്റഡ് സ്റ്റോർക്ക് എന്ന വർണ്ണക്കൊക്കെ ഇരിക്കുന്നു. ജവായിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സന വില്ലേജും ബേറ വില്ലേജിലും ഒക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് സഫാരി ഏരിയകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റൂംസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു നോർമൽ പ്രോപ്പർട്ടി ആയാൽ പോലും പെർ ഡേ 5000 രൂപ മുതലാണ് ഇവിടെ റൂമിന്റെ താരിഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 20,000, 50,000 അങ്ങനെയൊക്കെ താരിഫ് വരുന്ന വലിയ ലക്ഷറി റിസോർട്ടുകളും ഈ ജവായിലുണ്ട്. പെലിക്കണും ഫ്ലെമിംഗോസും പെയിന്റഡ് ഷോർക്കും അടക്കം ഒരുപാട് ടൈപ്പ് മൈഗ്രേറ്ററി ബേർഡ്സ് വരാറുള്ള സ്ഥലമാണെങ്കിലും സമ്മറിലാണ് അതിൻ്റെയൊക്കെ സീസൺ. ഇപ്പോൾ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ് എന്ന പവിഴക്കാലിയും കോർമറന്റും കിങ്ഫിഷറും ഒക്കെ മാത്രമേ ഇവിടെയുള്ളൂ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും മുതലകളുണ്ടോ എന്ന് കുറേ നോക്കിയെങ്കിലും എവിടെയും കണ്ടില്ല. നിങ്ങളൊരു ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് നേരം ഈ ഡാം റിസർവോയർ ഏരിയയിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ജവായ് യാത്രയ്ക്ക് വരുമ്പോൾ ഒരു ബൈനോക്കുലർ കൊണ്ടുവരാൻ മറക്കണ്ട. ഈ ഡാമിൽ നോക്കാൻ മാത്രമല്ല ലെപ്പേഡിനെ നോക്കാനായാലും ഒരു ബൈനോ നല്ലതാണ്. ബാക്കിയുള്ള ഫോറസ്റ്റ് സഫാരികൾ പോലെ ഒരു അടഞ്ഞ കാടല്ലല്ലോ ഇവിടെ. വെറുതെ വണ്ടിയിലിരുന്ന് എത്ര ദൂരം വേണേലും നമുക്ക് കാഴ്ചകൾ കാണാം. ഇതേ ബയ വീവർ എന്ന ആറ്റക്കുരുവി.
കുറെ ഇൻട്രസ്റ്റിംഗ് ആയ ജീവിത രീതിയുള്ള ഒരു പക്ഷിയാണ് ഈ ആറ്റക്കുരുവി. ഇതൊക്കെ ആൺപക്ഷികളാണ്. പെണ്ണിന്റെ കളറ് ചെറിയ വ്യത്യാസമുണ്ട്. കൂടുണ്ടാക്കാനുള്ള ജോലിയൊക്കെ ആൺപക്ഷികൾക്കാണ്. ചെറിയ നാരും വള്ളികളും പുല്ലും ഒക്കെ പറിച്ചെടുത്തിട്ടാണ് ഇവർ കൂടുണ്ടാക്കുക. ഒരു ആൺകുരുവി അതിന്റെ ഇണയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫീമെയിൽ പറയുന്ന സ്ഥലത്ത് വേണം ആണ് കൂടുണ്ടാക്കാൻ. 1 മാസത്തോളം എടുക്കട്ടോ ഒരു കൂടിന്റെ പണി തീരാൻ. പക്ഷെ ഇടയ്ക്ക് പെൺകുരുവി വന്ന് നോക്കിയിട്ട് ആ കൂട് അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൺകുരുവി അത് ഉപേക്ഷിച്ച് അടുത്ത കൂടുണ്ടാക്കണം. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി 2 or 3 കൂടുകൾ ഒരു ആൺ ആറ്റക്കുരുവി ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ അതല്ല രസം. പെണ്ണിന് കൂട് ഇഷ്ടപ്പെട്ട് അത് കൂട്ടിൽ കയറിയ മേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ആൺപക്ഷി ആ കൂടും പെണ്ണിനെ ഉപേക്ഷിക്കും. പിന്നെ അടുത്ത പെൺകിളിയെ കണ്ടുപിടിച്ച് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അടുത്ത സ്ഥലത്ത് കൂട് പണിയും. അങ്ങനെ ഒരു വർഷം 5 or 6 ഫീമെയിലിന് വേണ്ടി ഒരു 10-15 കൂടെങ്കിലും ഇവരുണ്ടാക്കണം. ഈ ഡാം റിസർവോയർ ഏരിയ ഒക്കെ കണ്ട് അവിടുന്ന് നമ്മൾ വീണ്ടും പാറപ്പുറത്ത് കൂടെയുള്ള അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സഫാരി ടൈം ഏകദേശം കഴിയാറായി. ഇവിടെ പിന്നെ ഫിക്സഡ് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് സേന വില്ലേജിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ചുറ്റും പുള്ളിപ്പുലികളുള്ള മലനിരകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഗ്രാമം. മനുഷ്യനെ ലെപ്പേഡിനെ മനുഷ്യരെയും പേടിക്കേണ്ടാത്ത, അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലം. നമ്മളപ്പോൾ രാവിലത്തെ സഫാരി കഴിഞ്ഞ് തിരിച്ച് പ്രോപ്പർട്ടിയിലെത്തി റെസ്റ്റ് എടുത്ത് ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത സഫാരിക്ക് റെഡിയായി. 3:30 ആയപ്പോഴേ നമ്മുടെ ഗൈഡ് സ്റ്റേയിൽ നമ്മളെ പിക്ക് ചെയ്യാനെത്തി. ഈവനിങ് വീണ്ടും പുള്ളിപ്പുലികളെ കിട്ടുമെന്ന് നോക്കാനാണ് നമ്മുടെ ശ്രമം. ഒരു യെല്ലോ ക്രൗൺ വുഡ് പെക്കർ എന്ന മറാഠ വുഡ് പെക്കർ ഇരിക്കുന്നു. ആ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെയുള്ള പുള്ളികളുള്ളതുകൊണ്ട് ഇവരെ കാണാൻ നല്ല ലുക്കാണ്. ഇത് ഫീമെയിലാണ്. മെയിലിനൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് തലയിൽ. ലെഫ്റ്റ് സൈഡിൽ ആ ഇലയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മെയില്. കേരളത്തിലും ഉണ്ടെങ്കിലും വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ ഈ മറാഠക്കാരനെ. ഇടയ്ക്കൊന്ന് ചെറിയ മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്തു. ശരിക്കും ഈ ജവായി ആസ്വദിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം മൺസൂൺ തന്നെയാണ്. ഇവിടെ മൊത്തം പാറയാണല്ലോ, അതിൻ്റെ ഒപ്പം ഡ്രൈ ആവുകയും കൂടെ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ദേ പോണു ഒരു പുലി. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നാണ് ഈ ലെപ്പേർഡ് നമ്മൾ പോകുന്ന വഴിയുടെ മുമ്പിലെത്തിയത്. അത് പോയ സ്ഥലം നോക്കി നമ്മൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തപ്പോൾ ദേ നടന്നു വരുന്നു ആ ഓടിപ്പോയ പുലി. നമ്മൾ രാവിലെ ലൈറ്റ് വരുന്നതിന് മുമ്പ് കണ്ട പത്മ എന്ന ലെപ്പേർഡ് തന്നെയാണിത്. ഗൈഡിന് ഈ ലെപ്പേർഡിന്റെ സാധാരണ റൂട്ട് അറിയാവുന്നതുകൊണ്ട് അത് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പാറപ്പുറത്ത് കൂടി അതിസാഹസികമായിട്ട് എത്തിയതാണ് നമ്മൾ. ഒരു പുലി നടന്നു വന്നാൽ ഇവിടെ അലാങ്കോള് കൊടുക്കാൻ മാനില്ലാത്തതുകൊണ്ട് മയിലും കുരങ്ങനുമാണ് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ കാട പോലത്തെ ചെറിയ പക്ഷികളും. ഇത് ജംഗിൾ ബുഷ് കോയൽ എന്ന പൊന്തവരിക്കാടയാണ്. നമ്മുടെ കേരളത്തിലെ കുറ്റിക്കാടുകളിലും ഇവരെ കാണാം. ആ 2 സൈഡിലുള്ളത് പൂവനും നടുക്കുള്ളത് പെടയാണ്. ഇതേ ലെപ്പേർഡ് പാറപ്പുറത്ത് കൂടെ നടന്നു പോകുന്നു. पद्मा की एज करीबन 6 से 7 ईयर ओल्ड है ये। इसके अभी तक 3 बार बच्चे हो चुके हैं, जिसमें फर्स्ट बार जब बच्चे हुए थे तब इसके 3 कब्स थे, जिसमें इसने बाहर निकालते ही 10-15 दिन में मेल ने मार दी। और फर्स्ट बार तो इसके मार दिए थे। जब सेकेंड टाइम बच्चे हुए तो 1 बार ही दिखे थे, 1-2 बार साइटिंग हुआ उसका, उसके बाद वो भी ख़त्म हो गए। अब ये हुए थे तीसरी बार, ये अपने तीसरी बार हुए थे। इसी अभी इनका जो बच्चों का एज है वो है 12 महीने के हुए, मतलब 1 ईयर ओल्ड। एक मेल, हाँ मेल एंड फीमेल दोनों।
ठीक है, तो अभी आज जो पद्मा दिखी है ना, इसकी मेन टेरिटरी यही है, ये वाली पूरी, जो ज़्यादातर यहीं पे रहती है। और जो इसके बच्चे हैं वो एक इधर है, एक और कहीं घूम रहा होगा पूरा। ये अभी इसका तीसरा जो लीटर है, ये इसने थोड़ा सर्वाइव कर लिया इधर। സമയം കണ്ടോ, 7:30 ആവാറായി. പക്ഷെ ഇപ്പോഴും ലൈറ്റ് പോയിട്ടില്ല. നമ്മൾ ആ ലെപ്പേർഡ് വരാൻ സാധ്യതയുള്ള വേറെ സ്ഥലത്തേക്ക് ഇന്ന് പോവാണ്. ഇവിടെ ഒരു വൈകുന്നേരം 8 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ സഫാരി. പോകുന്ന വഴിക്ക് ഇതേ കുറച്ച് നീൽഗായ് നിൽക്കുന്നു. എല്ലാം ഫീമെയിലാണ്. ഇവിടെ മെയിലിനെ കാണാൻ അത്ര ഈസി അല്ല. ഇവിടെ സൈഡിലൊരു കുളം കണ്ടോ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചെറിയ കുളങ്ങളുണ്ട്. ഇനി കുളങ്ങളില്ലാത്ത മലയുടെ മുകളിൽ ചെറിയ വാട്ടർ പോണ്ടുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. നമ്മൾ വീണ്ടും ലെപ്പേർഡിന്റെ അടുത്തെത്തി. ഇത് പത്മ എന്ന പുള്ളിപ്പുലിയുടെ സ്ഥിരം പാറയാണത്രേ. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ സഫാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എവിടെയെങ്കിലും നല്ല സൈറ്റിംഗ് കിട്ടിയാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല പൊസിഷനിൽ നോക്കി വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതൊരു ഗുണമാണ്. നമ്മുടെ മസായിമാരയിലൊക്കെ ഉള്ള പോലെ ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ. സോ ഫോട്ടോഗ്രാഫേഴ്സിന് നല്ല പടങ്ങൾ എടുക്കാൻ നല്ല ഓപ്ഷനാണ് ഈ ജവായ്. പിന്നെ പുള്ളിപ്പുലികളുടെ ഐ ലെവൽ ഷോട്ടും പാറയുടെ മുകളിലും താഴെയും അങ്ങനെ പല ആംഗിളിൽ നിന്ന് കാണാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിന് നന്നായിട്ട് ഈ ട്രിപ്പ് ഇഷ്ടപ്പെടും. ഓ കറക്റ്റ് നമ്മുടെ നേരെ തിരിഞ്ഞിരുന്ന് പോസ് തരുന്നു. ആകെ 2-3 വണ്ടിയെ ഇവിടെ പാറയുടെ മുകളിൽ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നേരെ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഈ പുലിയുടെ തൊട്ടടുത്തല്ല കേട്ടോ, നമ്മൾ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? ഈ ഏരിയയിൽ 2 മെയിൽ ലെപ്പേർഡാണുള്ളത്. അവരെ പക്ഷേ അത്ര സാധാരണയായിട്ട് കാണാറില്ല അത്രേ. 3 മാസം മുമ്പ് ട്രിപ്പിംഗ് വൈബ്സിലെ അരുണും ന്യൂട്ടൺ വ്ലോഗ്സിലെ സാമും കൂടി വന്നപ്പോൾ ഈ പത്മയും ഒരു മെയിൽ ലെപ്പേർഡും ഒക്കെ ഒരുമിച്ചിരിക്കുന്നതും മേറ്റിങ്ങും ഒക്കെ കണ്ടായിരുന്നു. പക്ഷെ അന്നത് സക്സസ് ആയില്ല. ലെപ്പേർഡിന്റെ പ്രഗ്നൻസി പീരീഡ് 3 മാസം ആയതുകൊണ്ട് ഇപ്പൊ കപ്സ് ഉണ്ടാവേണ്ട സമയമായി. ഈ പുലിക്ക് ഇപ്പോൾ ഓൾറെഡി 10 മാസത്തോളം പ്രായമായിട്ടുള്ള 2 കുട്ടികളുണ്ട്. അവർ സെപ്പറേറ്റ് ആയാലേ ഇനി അടുത്ത കുട്ടികളെ പ്രസവിക്കുള്ളൂ. കുറച്ചപ്പുറത്ത് റോക്ക് ഈഗിൾ ഔൾ എന്ന കൊമ്പൻ മൂങ്ങ ഇരിക്കുന്നു. ഇന്ത്യൻ ഈഗിൾ ഔളെന്നും ബംഗാൾ ഈഗിൾ ഔളെന്നും ഒക്കെ ഈ മൂങ്ങയെ പറയാറുണ്ട്. മെയിനായിട്ട് എലി മോന്തോക്കെയാണ് ഇതിന്റെ ഭക്ഷണമെങ്കിലും വേറെ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട് ഇവര്. ഇങ്ങനെ പാറക്കൂട്ടങ്ങളിലും മലകളിലും ഒക്കെ സാധാരണയായിട്ട് ജീവിക്കാറുള്ള കൊമ്പമൂങ്ങ കേരളത്തിലും ഉണ്ട്. പക്ഷെ തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെയുള്ള സ്ഥലത്ത് ഇവരുണ്ടാവില്ല. ഈ മൂങ്ങയുടെ കളറും അതിരിക്കുന്ന പാറയുടെ കളറും കണ്ടോ, എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇവർക്കൊക്കെ ഈ കളർ കിട്ടുന്നതാവോ? വല്ല എലിയോ പാമ്പോ ഒക്കെ പുറത്തിറങ്ങുന്നുണ്ടോ നോക്കി കാത്തിരിക്കുകയാണ് മൂങ്ങച്ചാര്. ഇവർക്ക് ഫുൾ സൈലന്റ് ആയി പറക്കാൻ കഴിവുള്ളതുകൊണ്ട് എര അറിയാതെ പുറകിലൂടെ വന്ന് റാഞ്ചാനും പറ്റും. അപ്പോൾ ഇതാണ് ജവായിലെ യാത്രയെക്കുറിച്ചുള്ള എപ്പിസോഡ്. സൂര്യൻ അസ്തമിച്ചു, പുള്ളിപ്പുലിയും ഇന്നത്തെ ഷോ ഒക്കെ കഴിഞ്ഞ് ഇതേ വീട്ടിൽ പോകണം. നിങ്ങൾക്ക് ഈ അഡ്വഞ്ചർ സഫാരി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.